ഗുഡ് മോർണിംഗ്. ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണ് അടുത്ത യൂണിറ്റ്. ഇതിൽ പ്രധാനമായിട്ടും 3 സെക്ഷൻ ഉണ്ട്. അതിൽ കൺസ്ട്രക്ഷൻ ഓഫ് പോളിഗൺ, അതിൽ രണ്ടാമത്തെ പാർട്ട് കോണിക് സെക്ഷൻ, third one miscellaneous curves. ഇത്രയാണ് വരിക. അപ്പൊ ഇതിൽ കൺസ്ട്രക്ഷൻ ഓഫ് പോളിഗൺസിൽ 2 പോളിഗണാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഒന്ന് പെന്റഗൺ, അഞ്ച് സൈഡ്. ഹെപ്റ്റഗൺ, 7 സൈഡ്. അതിൽ പെന്റഗണും ഹെപ്റ്റഗണും. അത് 2 തരത്തിൽ ചോദിക്കും. ഒന്ന് ഒരു സർക്കിളിനുള്ളിൽ, സർക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പോളിഗൺ വരയ്ക്കാനും, അല്ലെങ്കിൽ അതിന്റെ സൈഡ് ലെങ്ത് തന്നിട്ട് പോളിഗൺ വരയ്ക്കാം. ഈ 2 രീതിയിലാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ കോണിക് സെക്ഷൻ, കോണിക് സെക്ഷനിൽ എലിപ്സ് ആണ് സാധാരണ വരയ്ക്കാൻ ചോദിക്കുന്നത്. എലിപ്സും പരാബോളയും ഉണ്ട്. എലിപ്സ്, പരാബോള, ഈ 2 സാറിന് ചോദിക്കുക. മിസലേനിയസ് കർവ്സിൽ ഹെലിക്സ്, ഇൻവല്യൂട്ട്, ഈ 2 സാധാരണ ചോദിക്കുക. ഈ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് കുറച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ വരയ്ക്കാൻ അറിയേണ്ടതുണ്ട്. അതിപ്പോൾ സ്കൂൾ തലത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിവൈഡിങ് a line into equal parts. ഇത് അറിഞ്ഞിരിക്കണം. 2, bisect an angle. Bisect a side. കേട്ടോ, ഇത്രയും കാര്യം നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഡിവൈഡിങ് എ ലൈൻ ഈക്വൽ പാർട്സ്, അത് ഞാൻ കാണിച്ചു തരാം. സാധാരണ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറില്ല. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പെന്റഗൺ വരയ്ക്കാനോ അല്ലെങ്കിൽ ഹെപ്റ്റഗൺ വരയ്ക്കാനോ ആണ് ചോദിക്കുന്നത്. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് എ ലൈൻ ഓഫ് ലെങ്ത്, ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 50 millimeter. Divide it into 6 equal parts. 6 equal parts. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതായിട്ട് ലൈൻ വരയ്ക്കാണ്. 50 ലെങ്ത്തിലുള്ള ലൈൻ, 50 ഡയമെൻഷൻ ചെയ്തു. ലൈൻ എ ബി. നമ്മൾ എന്ത് വരച്ചു കഴിഞ്ഞാലും അതിന്റെ പോയിന്റ്സിന് മാർക്ക് ചെയ്യണം, പോയിന്റ് മാർക്ക് ചെയ്യണം. എ ബി. ഇനി ഡ്രോ എ ലൈൻ ഇൻക്ലൈൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം പോയിന്റ് എ ഓഫ് എനി ലെങ്ത്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അടുത്തായിട്ട് ഈ എ എന്ന് പറഞ്ഞ ലൈനിനെ നമ്മൾ 6 പാർട്സ് ആയിട്ട് തിരിക്കുക. ഈക്വൽ പാർട്സ് കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് വരച്ച് 6 പാർട്സ്. 4 ലൈൻ എനി ലെങ്ത് ആണ്. 1 2 3 4 5 6. 1 2 3 4 5 6. 6 പാർട്സ് ആയി. ഇത് 1 ഡാഷ് എന്ന് കൊടുക്കണം. 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് 10 ഡാഷ് 6 ഡാഷ്. join 6 dash D.
join 6-B. അടുത്തായിട്ട് from each point draw parallels to meet line A. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബൈസെക്ട് ലൈൻ എ ബി. കോമ്പസ് വെച്ചിട്ട് ഹാഫ് ലെങ്ത്തിനേക്കാളും കൂടുതൽ ലെങ്ത്തിൽ ആർക്ക് വരയ്ക്കാം. പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. അടുത്ത് കൺസ്ട്രക്ഷൻ ഓഫ് പോളിഗൺ ആണ്. അതിൽ പെൻറ്റഗൺ ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. പെൻറ്റഗൺ 3 തരത്തിൽ വരയ്ക്കാനുള്ള മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് സൈഡ് തന്നിട്ട് പെൻറ്റഗൺ വരയ്ക്കാനുള്ളതാണ്. മറ്റു 2 മെത്തേഡും സർക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ട് അതിന്റെ ഉള്ളിൽ പെൻറ്റഗൺ ഇൻസ്ക്രൈബ് ചെയ്യണം. ആ 2 തരത്തിലും ചോദിക്കാം. ഹെക്ടഗണില് ഇതേപോലെ തന്നെ 3 മെത്തേഡ്സ് ഉണ്ട്. അടുത്ത പ്രോബ്ലം ആണ് ഡ്രോ എ പെൻറ്റഗൺ. ഓഫ് സൈഡ് 50 millimeter. ഇതാണ് പ്രോബ്ലം. ആദ്യം ചെയ്യേണ്ടത് 50 millimeter ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ എ ബി. ഡ്രോ ലൈൻ എ ബി 50 millimeter ലൈൻ. ഈ മെത്തേഡിൽ പറയുന്ന പേര് 2 സർക്കിൾ ആർക്ക് മെത്തേഡ് ആണ്. നമ്മൾ ആദ്യം എ പോയിന്റിൽ വെച്ചിട്ട് എ ബി റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അടുത്ത ബിയിൽ വെച്ചിട്ട് എ ബി റേഡിയസ് ആയിട്ട് സർക്കിൾ വരയ്ക്കുക. ഈ പോയിന്റ് പി ക്യൂ എന്ന് മാർക്ക് ചെയ്യാം. പി ക്യൂ എന്ന് മാർക്ക് ചെയ്യാം. അടുത്തതായി പി സെൻറ്റർ ആയിട്ട് എ പി റേഡിയസ്, എ പിയും എ ബിയും രണ്ടും ഈക്വലാണ്. എ പി റേഡിയസ് ആയിട്ട് എടുത്തിട്ട് 2 സർക്കിളിനെയും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഈ ക്യൂ ജോയിൻ ചെയ്യാം. ഈ പോയിന്റ് എസ് ഇത് എം എൻ എന്ന് മാർക്ക് ചെയ്യാം. അടുത്ത് എമ്മിൽ സ്റ്റാർട്ട് ചെയ്ത് എസിൽ കൂടി കടന്നു പോകുന്നു. ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് എസ്. ഡ്രോ എ ലൈൻ. അതേപോലെ എന്നിൽ സ്റ്റാർട്ട് ചെയ്ത് എസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ. ഡ്രോ എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് എസ് starting from N to meet the 2 circles. ഇത് പോയിന്റ് സി, ഇത് ഇ. അടുത്ത ജോയിന്റ് എ ഇ, ജോയിന്റ് ലൈൻസ് എ ഇ, ജോയിന്റ് പോയിന്റ്സ് ബി ആൻഡ് സി
ജോയിൻ പോയിന്റ്സ് എ ആൻഡ് ഡി. ഇപ്പൊ 3 സൈഡ് കിട്ടി പെന്റഗണിന്റെ. അടുത്ത ഈ എ ബി ലെങ്ത് അത് ഇയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. സെയിം സിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. പോയിന്റ് ഡി ആണ്. ജോയിൻ ഇ ഡി ആൻഡ് സി ഡി. അപ്പൊ നമുക്ക് എ ബി സി ഡി എന്നുള്ളൊരു റെഗുലർ പെന്റഗൺ കിട്ടി. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ലൈൻ എ ബി സി ഡി എന്നുള്ള പെന്റഗൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കൺസ്ട്രക്ഷൻ ലൈനും തിന്നായിട്ട് വരയ്ക്കണം. എ ബി സി ഡി തിക്കായിട്ട് വരയ്ക്കണം. എ ബി സി ഡി തിക്ക് ലൈനും 0.5 mm വിഡ്ത്തുള്ള ലൈനാണ്. എ ബി സി ഡി തിക്ക് ലൈനായിട്ട് വരയ്ക്കുക. ബാക്കിയുള്ള എല്ലാ കൺസ്ട്രക്ഷൻ ലൈൻസും സർക്കിൾസും എല്ലാം തിന്നായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 50 millimeter is given. Inscribe a regular pentagon. Now question. Draw a circle of diameter 50 millimeter. Draw perpendicular diameters. PQ FD. സെൻറ്റർ ഒ മാർക്ക് ചെയ്യുക. ഒ പി ബൈസെക്റ്റ് ചെയ്യുക. അത് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ കോമ്പസ് വെച്ച് മെത്തേഡിക്കലായിട്ട് തന്നെ അത് ബൈസെക്റ്റ് ചെയ്യണം. ഡ്രോ ആൻ ആർക്ക്. സെൻറ്റർ എം, റേഡിയസ് ഡി എൻ. ഒരാർക്ക് കിട്ടും. ഈ പോയിന്റ് എൻ. അടുത്ത് ഡ്രോ ആൻ ആർക്ക് വിത്ത് സെൻറ്റർ ഡി and radius dn. ഈ പോയിന്റ് ഇ. CD. Draw arcs taking radius as ED. A B. Join AE AB. And BC. ABCD is the required pentagon. A circle of 50 millimeter dia is given. Inscribe a regular pentagon. ഇൻസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു രണ്ടാമത്തെ മെത്തേഡാണ് ഞാനിപ്പോൾ പറയുന്നത്. ഡ്രോ എ സർക്കിൾ ഓഫ് ഡയ 50 millimeter.
Draw line AB through the center O. Horizontal line AB. Next, with center A, draw an arc. അതുപോലെ തന്നെ with center B, radius AB, draw another arc. The arc meet at P. Then divide the line AB into 5 equal parts. അതാണ് ഇത് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്ലൈൻ ലൈൻ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന മെത്തേഡ് പ്രകാരം തന്നെ ചെയ്യണം. ഇതിന് ആക്യുറസി വളരെ നിർബന്ധമാണ്. കാരണം ഇത് പോയിന്റ് ഒക്കെ 1 മില്ലിമീറ്റർ, ഒരു 1/2 മില്ലിമീറ്റർ മാറിക്കഴിഞ്ഞാൽ പെന്റഗൺ തെറ്റും. അപ്രോക്സിമേറ്റ് ആണ് എടുക്കുന്നത്. 1, 2, 3, 4, 5 പാർട്സ്. Draw a line from P through point 2. To meet the circle at D. Join AD. AD ആയിരിക്കും ഈ പെന്റഗണിന്റെ ഒരു സൈഡ്. Mark point EFG. Then ADEFG is the pentagon. Join DE, EF, FG. And AD. ADEFG is the required pentagon, regular pentagon. പെന്റഗൺ വരയ്ക്കുന്ന 3 മെത്തേഡാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയത്. അടുത്ത ക്ലാസ്സിൽ ഹെപ്റ്റഗൺ വരയ്ക്കുന്ന മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന മറ്റ് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നല്ലോണം പരിശീലിക്കുക. ഓക്കെ, താങ്ക് യു.